പിന്നെ ഇപ്പൊ ഡിജിറ്റൽ തട്ടിപ്പുകൾ ഡിജിറ്റൽ തട്ടിപ്പ് കർശന നടപടി ഉറപ്പാക്കി കേന്ദ്രം. 1700 സ്കൈപ്പ് 59,000 വാട്സപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തു. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ തരം ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെയും കർശന നടപടി ഉറപ്പാക്കി കേന്ദ്രം. ഇതിന്റെ ഭാഗമായി ഇതുവരെ 1700 സ്കൈപ്പ് അക്കൗണ്ടുകളും 59,000 വാട്സപ്പ് അക്കൗണ്ടുകളും ബ്ലോക്ക് ചെയ്തു. തട്ടിപ്പിനായി ഉപയോഗിച്ച 6.69 ലക്ഷം മൊബൈൽ സിം കാർഡുകൾ നവംബർ 15 വരെ റദ്ദാക്കിയതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ബാങ്കിന്റെ പേരിലാണെങ്കിലും ഒക്കെ OTP വരികയും നമ്മളെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അയ്യോ ശരിയാണല്ലോ ഇത് അങ്ങനെയാണോ എന്ന് വിചാരിച്ച്, കാരണം നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈനിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ വരും. ഇപ്പോൾ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഗെയിമുകൾ വഴി എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്, ഓരോ കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്കറിയത്തില്ല. അപ്പം ഒന്നിലും ഓൺലൈൻ സംവിധാനങ്ങളൊന്നും അറിയാത്ത മനുഷ്യരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ തട്ടിപ്പിന് ഇരയാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അവരെ വിളിച്ചിപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ നമ്പർ എന്ന് പറയാമോ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും, ബാങ്കിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ അവരത് നമ്പർ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ്, നമ്മളെ പറ്റിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കുകയും ഒക്കെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ അല്ലാതെ ഈ പൈസ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കും, ആരെങ്കിലും ഫോൺ എടുത്ത്, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. നമ്മൾ പോലും വിശ്വസിക്കുന്ന രീതിയിലാണ് വരും. അപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെൻ്ററാണ് നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നാണ് ഈ സെൻ്ററിൻ്റെ പ്രവർത്തനം. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൻ്റെ 115-ാം പതിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിനും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുമായി ചേർന്നാണ് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൻ്റെ 115-ാമത്തെ പതിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. തട്ടിപ്പ് കോളുകൾ വരുമ്പോൾ പരിഭ്രാന്തരാകരുത്, സ്വകാര്യ വിവരങ്ങൾ കൈമാറാതെ ഉടൻ തന്നെ നാഷണൽ സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കണമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോദിക്കാൻ നേരത്തെ ഒന്നും പറയാതിരിക്കുക. ഇപ്പം നമ്മൾ എന്തെങ്കിലും പൈസ കിട്ടുന്ന ഉടനെ ആധാർ കാർഡ്, പാസ്ബുക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇപ്പൊ പ്രായമായ അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും അവർക്ക് അറിയത്തില്ല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കോൾ ചെയ്യാൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടില്ലല്ലോ ഇത് ചോദിക്കുമ്പോൾ നമുക്കിവിടെ പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യം വന്നിരുന്നു. അപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല എന്നാൽ പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മുടെ നമ്പരും നമ്മുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ അങ്ങ് കൊടുക്കും. അതാണ് നമുക്കും അത് കൂടുതലും, കാരണം വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ സംസാരവും ഇടപെടലുകളൊക്കെ. അപ്പം നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോഴത്തേക്കിനും എല്ലാവരോടും പറയുന്ന കാര്യങ്ങളാണത്. അപ്പോൾ കൂടുതൽ അങ്ങനെയുള്ള കഴിവതും ഒരു കാര്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ആർക്കും കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കോളുകൾ എടുക്കാതിരിക്കുക. ഇപ്പോൾ എടുത്താൽ തന്നെ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് സൈബർ സെല്ലിൽ അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യുക, അങ്ങനെ വരുവാണെങ്കിൽ സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിച്ചാൽ മതി. അപ്പം വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കാനാണ് പ്രധാനമന്ത്രിയുടെ അറിയിപ്പ്. അപ്പം അതിനനുസരിച്ച് എന്താണ് ഇങ്ങനത്തെ തട്ടിപ്പുകളിലൊന്നും പെടാതിരിക്കുക. നമ്മൾ ഉൾപ്പെടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്തായാലും ആവശ്യമില്ലാത്ത ലിങ്കിലും അങ്ങനെ കോളൊക്കെ വരുമ്പം കഴിവതും അതൊക്കെ ഒഴിവാക്കി വിടുക.